ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു ആൻഡ് നമ്മൾ കറൻ്റ്ലി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന 9ാം ക്ലാസ്സിലെ ചട്ട്പട്ട് ഓർ നട്ട്കട്ട് എന്ന് പറയുന്ന പാഠമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ലാസ്റ്റ് എപ്പിസോഡാണിത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് പാഠത്തിലേക്ക് പോകാം. അപ്പോൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കപ്പടെ സുഖാനെ കേലി, അതായത് ആ ഡ്രസ്സ് ഉണക്കാൻ വേണ്ടി 2 പേരും കൂടി ഓടാൻ തുടങ്ങി. ആ 2 കുട്ടികളും ഓടാൻ തുടങ്ങി. അവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ബാക്കി നമുക്ക് നോക്കാം. സർദിയാം അബി ശുരു നഹി ഹുയി ദി, മൗസം സാഫ് ദ. ഓക്കെ, അതായത് തണുപ്പ് കാലം തുടങ്ങിയില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ കാലാവസ്ഥ വളരെ ക്ലിയർ ആയിരുന്നു. ചട്കീലി ധൂപ്പ് നിക്കലി ഹുയി ദി, എന്താണ് ചെറുതായിട്ട് വെയിലും ഉണ്ടായിരുന്നു. ദോനോ ഭായി മസേമേ ദൗഡ്തേ ചലേ ഗയേ, 2 പേരും എന്താണ് വളരെ സന്തോഷത്തോടെ ഓടാൻ തുടങ്ങി. നാല പാർക്കിയ, ബാഗ് പാർക്കിയ, ഹേത് പാർക്കിയ, ബർഗത് കോബി പീച്ചെ ചോടി. അപ്പോൾ എന്താണ് അവർ സ്പീഡിൽ ഓടി ഇതൊക്കെ കഴിഞ്ഞു പോകുന്നു. ലേക്കിൻ പോക്കർ തക്ക് പहुंचते ദോനോ തക്ക് ഗയേ ഓർ രുക്ക് ഗയേ. എന്താണ് പോക്കർ അല്ലെങ്കിൽ ആ ചെറിയ താലാബിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ ചെറിയൊരു കുളത്തിനടുത്ത് എത്തിയപ്പോഴത്തേക്കും 2 പേരും ഓടി തളർന്നു. അതുകൊണ്ട് അവരവിടെ നിന്നു. കപ്പടെ സൂഖയെ ചോട്ടെ ചട്ട്പട്ടിനെ ഹാഫ്തേ ഹുയെ ലേക്കിൻ ഹുഷ് ഹോത്തേ ഹുയെ കഹ. എന്താണ് ഡ്രസ്സ് ഉണങ്ങി എന്ന് നട്ട്കട്ടിൻ്റെ അടുത്ത് പറയുവാണ്. അപ്പോൾ ചട്ട്പട്ട് എന്താണ് കിതച്ചുകൊണ്ട് പക്ഷെ സന്തോഷത്തോടു കൂടി പറയുകയാണ്. ഹാ ബഡേ വാക്കൈ കപ്പടേത്തോ സൂക്കൈ നട്ട്കട്ടിനെ ബി ഖുഷ് ഹോക്കർ കഹ. നട്ട്കട്ടും സന്തോഷത്തോടു കൂടി പറഞ്ഞു. തബി നട്ട്കട്ട് കോ പോക്കർ കിനാരെ ചിക്കിനി ഗിട്ടി ദിഖായി പടി. അപ്പോൾ എന്താണ് അന്നേരമാണ് നട്ട്കട്ട് പോക്കർ അല്ലെങ്കിൽ ആ ഒരു താലാബിൻ്റെ ആ ചെറിയ കുളത്തിനടുത്ത് ഒരു ചെറിയ ഗിട്ടി അല്ലെങ്കിൽ പത്തർക്ക ഏക് ചോട്ട ടുക്കട, ഒരു ചെറിയ കല്ല് കാണുന്നത്. ഓക്കെ, नटखट ने उसे उड़ा लिया और तिरछे होकर उसे इस तरफ फेंका कि गिट्टी पानी की सतह पर उछलती हुई दूर तक चली गई. എന്താണ് നട്ട്കട്ട് ആ കല്ലെടുത്തിട്ട് ഒരു ചെരിച്ച് പിടിച്ച്. ഓക്കെ, തിർച്ചേ ഹോക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളഞ്ഞ് ബെൻഡ് ഓവർ എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതെന്താണ് ഒരു ചിരിച്ച് വളഞ്ഞ് ആ കല്ല് വെള്ളത്തിലേക്ക് എറിയുവാണ്. ഓക്കെ, അപ്പോൾ അതെന്താണത് വെള്ളത്തിന് മുകളിലൂടെ തന്നെ അത് പല പ്രാവശ്യം വെള്ളത്തിന് മുകളിലൂടെ തന്നെ അത് കുത്തിപ്പൊങ്ങി പോകുന്നതായിട്ട് അവർ കണ്ടു. ഓക്കെ, അതിനെയാണ് ഗിട്ടി പൈറാന എന്ന് പറയുന്നത്. അതായത് പാനീമേ പത്തർ ഉച്ചാലന. ഓക്കെ, അതായത് ഒരു പ്രത്യേക രീതിയിൽ കല്ലെറിയുവാണെങ്കിൽ വെള്ളത്തിന് മുകളിലൂടെ തന്നെ പോകും. ഓക്കെ, नटखट ने उसे उड़ा लिया और तिरछे होकर उसे इस तरह फेंका कि गिट्टी पानी की सतह पर उछलती हुई दूर तक चली गई. എന്താണ് അത് ആ കല്ല് താന്നു പോകാതെ അത് വെള്ളത്തിന് മുകളിലൂടെ തന്നെ ഇങ്ങനെ കുത്തിപ്പൊങ്ങി കുറേ ദൂരം പോകും. ദേഖി ചട്ട്പട്ടിനെ ബി ഏക് ഗിട്ടി ഉടാക്കർ ഫേങ്കി. അപ്പോൾ എന്താണ് ഇത് കണ്ടുകൊണ്ട് ചട്ട്പട്ട് ഒരു കല്ലെടുത്ത് എറിഞ്ഞു. ലേക്കിൻ ഉസ്കി ഗിട്ടി എക്ദം പാനിമേ ഗുഡുപ്പ് ഹോ ഗയി. ഓക്കെ, പക്ഷേ ചട്ട്പട്ട് എറിഞ്ഞപ്പോൾ എന്താ പറ്റിയ ആ കല്ല് വെള്ളത്തിൽ താന്നുപോയി. അപ്രത്യക്ഷ ഹോജാന എന്നാണ് ഗുഡുപ്പ് ഹോജാന എന്നതിൻ്റെ മീനിങ്. മീൻസ് വെള്ളത്തിൽ താന്നുപോയി. ഇവിടെ തുമക്കോ ഗിട്ടി പൈരാന നഹിയാത്ത ഹാ ചോട്ടെ തും സിക്കാദോഗി. അപ്പോൾ എന്താണ് ചട്ട്പട്ടിന് ഗിട്ടി പൈരാന അതും അറിയത്തില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഇളയാളുടെ അടുത്ത് ചോദിക്കുകയാണ്, നീ പഠിപ്പിക്കാമെന്ന് ചോദിക്കുന്നു. ക്യോ നഹി അബീലോ. നട്ട്കട്ടിനെ ധ്യാൻ സെ നീച്ചെ ദേക്കർ ഏക് ഗിട്ടി ഉടായി ഓർ ചട്ട്പട്ട് കോ ദിഖാത്തെ ഹുയെ ബോല. അപ്പോൾ എന്താണ് ചട്ട്പട്ടിനെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു കല്ലവൻ താഴെ നിന്ന് എടുത്തു. ഗിട്ടി ഐസി ലോ ജോ ജാദ ഫാരി ഓർ ഗുർദുരി ന ഹോ. ഓക്കെ, എന്താണ് ഒത്തിരി ഭാരമുള്ള അല്ലെങ്കിൽ പരിപരുത്ത കല്ലെടുക്കരുതെന്ന് അവൻ പറയുവാണ്. ഹൽക്കി ഓർ ചിക്കിനി ഹോ. ഹൽക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കുറഞ്ഞ, അതുപോലെ ചിക്കിനി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തിളക്കമൊക്കെ ഉള്ള, മീൻസ് ഒരു വെള്ളാരം കല്ല് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓർ ഇസ് തെര ഫേങ്കോ. അപ്പോൾ എന്താണ് അത് ഇതുപോലെ എറിയുക എന്ന് പറഞ്ഞ് നട്ട്കട്ട് ആ ആക്ഷൻ കാണിച്ചു കൊടുത്തു. ലേക്കിൻ അബ് തക് ചട്ട്പട്ട് കാ ധ്യാൻ ബഡ് ചുക്കാതെ. അപ്പോഴത്തേനും ധ്യാൻ ബട്ടന എന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാൻ ഹട്ട്ദാന അല്ലെങ്കിൽ ശ്രദ്ധ മാറിപ്പോവുക എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ എന്താണ് ചട്ട്പട്ട് മറ്റൊരു കാര്യത്തിലപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്താണെന്ന് നോക്കുമ്പോൾ പോക്കർക്കെ പാനിപ്പർ തൈർത്തി ബത്തകോമ്പർ ധ്യാൻ സെ ദേക്ക് രഹാദ. എന്താണ് പോക്കർക്കെ പാനി അല്ലെങ്കിൽ കുളത്തിൽ വെള്ളത്തിലൂടെ പോകുന്ന താറാവുകളെ അവൻ നോക്കുകയായിരുന്നു അന്നേരം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ചട്ട്പട്ട് ഓർ നട്ട്കട്ട് എന്ന് പറയുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയുടെ ആ ഒരു എക്സ്പ്ലനേഷൻ അത് തീർന്നിരിക്കുകയാണ്. ഇനി അതിൻ്റെ ആക്ടിവിറ്റീസാണുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ഒരു 4 പാർട്ടായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ,
അപ്പോൾ ഇതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ചട്ട്പട്ടും നട്ട്ഖട്ടുമാണ്. 2 കുട്ടികളാണ്, ചേട്ടനും അനിയനുമാണ്. അപ്പോൾ അവരുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് നമ്മൾ നോക്കിയത്. സോ ഗായ്സ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് കെ ലിയെ ഓക്കെ ബൈ.